നിങ്ങൾക്ക് എല്ലാ വിജയവും ആശംസിക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉസ്താദും മർക്കസുമായിട്ടുള്ള ബന്ധത്തിന് വളരെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ആ ബന്ധം വെറുമൊരു യാന്ത്രികമായ ബന്ധമല്ല. അദ്ദേഹവുമായിട്ടുള്ള സംവേദനത്തിലൂടെ കൂടുതൽ ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാം സമൂഹത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഞാൻ ഒന്ന് രണ്ട് വാക്കുകളെ പറയുന്നുള്ളൂ. ഇവിടെ ചർച്ച ചെയ്യുന്നത് ദേശീയ സുരക്ഷയെക്കുറിച്ചാണ്, രാഷ്ട്രത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചാണ്, നമ്മളുടെ സുരക്ഷയെക്കുറിച്ചാണ്. ഇവിടെ നമ്മളുടെ ഭരണഘടന അനുസരിച്ച്, നിലവിലുള്ള നിയമം അനുസരിച്ച് ഏത് കുറ്റം ചെയ്താലും ആ കുറ്റം ചെയ്ത ആളെയാണ് ശിക്ഷിക്കേണ്ടതും കുറ്റപ്പെടുത്തേണ്ടതും. അല്ലാതെ അവർ ഏത് മതവിശ്വാസിയാണ്, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളെന്ന് നോക്കിയിട്ടല്ല. ഇവിടെ ഭീകരപ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. ആ ഭീകരപ്രവർത്തനം നടത്തുന്നവർക്ക് മതം ഉണ്ടാവാം. ഭീകരപ്രവർത്തനത്തെ എതിർക്കുമ്പോൾ അവരുടെ മതത്തെ കൂടി കുഴയ്ക്കേണ്ടതില്ല. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ അക്രമ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ മുമ്പ് സംസാരിച്ച ആരുടെ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞു. പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമാണ്. ഇസ്ലാം തീവ്രവാദം എന്നൊരു വാക്കുണ്ടെങ്കിൽ ആ ഇസ്ലാം തീവ്രവാദികൾ ഇസ്ലാമാബാദിലുണ്ടാവാൻ പാടില്ല. അവർ കൊല്ലേണ്ടത് ഒരു ഇസ്ലാം മത വിശ്വാസിയല്ല. റിയാഖത്ത് അലി ഖാൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ബേനസീർ ഭൂട്ടോ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈയിടെയായി കുറെ പള്ളികളിൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അവരൊക്കെ ഇസ്ലാം മത വിശ്വാസികളാണ്. മതത്തെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? മഹാത്മജിയെ കൊന്നത് ഒരു സനാതന ഹിന്ദു തന്നെയാണ്. അതുകൊണ്ട് ഒരുപക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതരവാദിയായിട്ടുള്ള ഹിന്ദു എന്ന് പറയുന്ന ഹൈന്ദവ സമൂഹത്തിലെ മഹാത്മജിയെ കൊന്നത് ഗോഡ്സെ ആയതുകൊണ്ട് ഹൈന്ദവ മതത്തിലുള്ള ആളുകൾ തീവ്രവാദികളാണോ? ഒരു ഹിന്ദു തീവ്രവാദം എന്ന് പറയാൻ പറ്റുമോ? ശ്രീലങ്കയിൽ തമിഴന്മാരും തമിഴ് നിവാസികളും സിൻഹാലീസുമായിട്ട് തർക്കവും യുദ്ധവും നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇരയായ നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ആ സംഘടനത്തിൽപ്പെട്ട ആളുകളെ തമിഴന്മാർ ഹിന്ദുക്കളായതുകൊണ്ട് അത് ഹിന്ദു തീവ്രവാദവും, സിൻഹാലീസ് ബൗദ്ധമത വിശ്വാസികളായതുകൊണ്ട് അത് ബൗദ്ധമത തീവ്രവാദവും ആവുമോ? നമ്മുടെ രാജ്യത്ത് ആസാമിൽ ഉൾഫയർ തീവ്രവാദികളുണ്ട്, വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലുണ്ട്. അവരെല്ലാം കൂടുതൽ ഹിന്ദുമതസ്ഥരാണ്. അങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിലും നടന്നിട്ടും ഹിന്ദു തീവ്രവാദം എന്ന ഒരു വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇസ്ലാം മത വിശ്വാസികൾ അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് ഇസ്ലാമിക തീവ്രവാദികളുടെ പ്രവർത്തനമാണ് എന്ന് പറയുന്നത് നീതീകരിക്കാൻ തക്കതല്ല. ഇസ്ലാമിക തീവ്രവാദം എന്നൊരു തീവ്രവാദം ഇല്ല. തീവ്രവാദമുണ്ടാവാം, ഭീകരവാദം ഉണ്ടാവാം, ഭീകര പ്രവർത്തനങ്ങൾ ഉണ്ടാവാം. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരപ്രവർത്തനം നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ബുഷാണ്. അവരാക്രമിച്ചത് ബാഗ്ദാദിനെയാണ്, അവരാക്രമിച്ചത് ഇറാഖിനെയാണ്. ഇറാഖിലെ മണ്ണ് അവരുടേതാണ്. ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രവും പൈതൃകവുമുള്ള എത്രയോ പ്രവാചകന്മാർ നടന്ന ആ മണ്ണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞവരെ കൊല്ലുകയും അവിടെയുള്ള ഓയിലിന് വേണ്ടി പട്ടാളത്ത് ഉപയോഗിക്കുകയും
ഇന്നും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ അക്രമം ഇറാഖികൾക്കെതിരായി അഴിച്ചുവിട്ട ബുഷ് ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യൻ തീവ്രവാദം എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും? പലസ്തീനിൽ ആരാണ് ഭീകരപ്രവൃത്തി നടത്തുന്നത്? ഗാസയിൽ ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കി, ഹോളോകാസ്റ്റ്. അവർ ഒരു ജൂത സാമ്രാജ്യം ഉണ്ടാക്കിയത് ചെക്കോസ്ലോവാക്യയിലല്ല, സോവിയറ്റ് യൂണിയനിലല്ല, വിഭജിക്കപ്പെട്ട യൂറോപ്പിലെ ഏതെങ്കിലും പ്രവിശ്യകളിലല്ല. അവരുണ്ടാക്കിയത് പലസ്തീനിലാണ്. പലസ്തീൻ ജനത ജൂതന്മാർക്ക് എന്നും അഭയം കൊടുത്ത ആളുകളാണ്. അമേരിക്കയിലെ പ്രസിഡന്റായ ട്രൂമാൻ അടങ്ങുന്ന ആളുകൾ സഹായിച്ച്, പ്രത്യേകിച്ച് ഹിറ്റ്ലറുടെ ഹോളോകാസ്റ്റിന് ശേഷം ആ ഘട്ടത്തിൽ അവർക്കൊരു രാജ്യമുണ്ടാക്കി കൊടുത്തത് പലസ്തീനുകളെ തുരത്തിയിട്ടാണ്. ഒരു രാജ്യക്കാരും അഭയാർത്ഥികളായി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ അവർ തമ്പടിച്ച് താമസിക്കേണ്ടി വന്നു. അതിൽ നിന്നാണ് ഒരു അറാഫത്ത് വന്നത്. ആരാണ് ഭീകരൻ? ഭീകരൻ ജൂതന്മാരാണോ അതല്ല അറാഫത്താണോ? നമ്മൾ വിലയിരുത്തേണ്ടുന്ന, ലോക ചരിത്രത്തിൽ വിലയിരുത്തേണ്ട പ്രശ്നങ്ങളാണിത്. ഗാസയിൽ അവന്റെ നാട്ടിൽ അവന് വെള്ളം കിട്ടില്ല കുടിക്കാൻ. അവിടെയുള്ള മണ്ണിന്റെ അവകാശി അവനല്ല. അവന് ജീവിക്കാൻ സാധിക്കില്ല. പരസ്പരം സ്നേഹിക്കുന്നവർ കാണാൻ സാധിക്കില്ല. കുടുംബ ബന്ധങ്ങളില്ല. ഒരു വിപൽക്കരമായ ചുറ്റുപാടിൽ ഇസ്രായേലിന്റെ പട്ടാളത്തിന്റെ നടുവിൽ ശ്വാസം മുട്ടി കഴിയുന്ന ആളുകൾ ആക്രമിക്കുന്നവർ ഭീകരവാദികളല്ലേ? എന്തുകൊണ്ട് ജൂത ഭീകരവാദികൾ പറഞ്ഞില്ല? എല്ലാ മതവിശ്വാസികളും പല ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടും ഇസ്ലാം മതവിശ്വാസികൾ കുറച്ചാളുകൾ വഴിതെറ്റി അവർ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങൾ മുൻനിർത്തി ഇസ്ലാമിക തീവ്രവാദം എന്ന പദപ്രയോഗം ഇവിടെ നിന്ന് വന്നു. അത് സാമ്രാജ്യത്വത്തിന് ഗൂഢാലോചനയാണ്. നമ്മളും അത് പറയുന്നത്. RSSകാർ മലഗോവൻ അതുപോലുള്ള പ്രദേശങ്ങളിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്ന് സമ്മതിക്കുന്നു. അവർ ആയുധം കൈവശം വെച്ചു എന്ന് സമ്മതിക്കുന്നു. അവർ പള്ളികൾ തകർത്തു എന്ന് സമ്മതിക്കുന്നു. എന്താണ് ആരും പറയാത്തത്? ഹിന്ദു തീവ്രവാദം എന്ന്. അയോധ്യയെ തകർത്തതാര്? അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തവരെ ഹിന്ദു ഭീകരവാദികൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? എഴുതി രാമചരിതമാനസം തുളസിദാസൻ. ഞാൻ രാമചരിതമാനസം എഴുതിയത് എന്റെ മുസ്ലിം സഹോദരങ്ങൾ പള്ളിമുറ്റത്ത് വിരിച്ച പായലിരുന്നിട്ടാണ്. ആ ചരിത്രം കാണാൻ ഇവിടെ ആളുകൾക്ക് കണ്ടില്ലെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ ദുരന്തമാണ്. ഞങ്ങൾക്ക് ധാരാളം സംസാരിക്കാനുണ്ട്. ഞാനിതൊന്നും ഇവിടെ പറയാം. ഈ വിവിധ ഭാഷകൾ, വിവിധ സംസ്കൃതികൾ, വിവിധ മതവിശ്വാസങ്ങൾ, ഇതെല്ലാമുള്ള രാജ്യം ഇന്ന് യോജിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രാജ്യത്തെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമിടുത്ത പട്ടാളല്ല, അതിന് കാരണമിട്ട പോലീസല്ല, അതിന് കാരണം ഈ രാജ്യത്തിലെ ജനങ്ങൾ തമ്മിലുള്ള വിശ്വാസമാണ്. ഞാൻ കേദാർനാഥ് ഒരിക്കൽ പോകുമ്പോൾ ഒരു കുടുംബം മുഴുവൻ, ഹൈന്ദവ കുടുംബം, അമ്മയും അച്ഛനും മക്കളും മുത്തച്ഛനും എല്ലാം കുട്ടികളെ കൂട്ടി കയറി പോകുമ്പോൾ ഞാൻ ചോദിച്ചു, ഏത് ഗ്രാമത്തിൽ നിന്നാണ്? ഞങ്ങൾ ഉത്തരാഞ്ചലിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ആരുമില്ല. താക്കോൽ എവിടെ കൊടുത്തു? അടുത്തുള്ള ഇസ്ലാം മുഹമ്മദിന്റെ വീട്ടിൽ കൊടുത്തു. അവിടെ കൊടുത്തു താക്കോൽ. അവിടെ താക്കോൽ അവിടെയാണുള്ളത്. ഈ രാജ്യത്തിലെ ഭാരതീയ ദർശനങ്ങൾ കുറിച്ച് മാക്സ് മുള്ളറും ഡോയ്സണും എലിയറ്റും ലോകചിന്തകർ മനസ്സിലാക്കിയത്, ദാരാഷിക്കോവ് എന്ന് പറയുന്ന മുസൽമാൻ, അദ്ദേഹം ഔപചാരികത്തിനുള്ള പേരിൽ ഉപനിഷത്തുകൾ തർജ്ജമ ചെയ്തതിനു ശേഷമാണ്. എന്തെല്ലാം കഥകൾ, എന്തെല്ലാം ചരിത്രങ്ങൾ, എന്തെല്ലാം ഇതിഹാസങ്ങൾ. ഒരു മതവും വിദേശ മതവും സ്വദേശി മതമല്ല. മതം ഒരു വിശ്വാസമാണ്. അതേതോ സെമറ്റിക് മതം പുറത്തു നിന്ന് വന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ബൗദ്ധമതം ജപ്പാനിലാണ്, ഇവിടെ ജനിച്ച ബുദ്ധന്റെ മതം ചൈനയിലാണ്. അവർ ചൈനയിൽ പോയപ്പോ, ജപ്പാനിൽ പോയപ്പോ, സിയോളിൽ പോയപ്പം അവരുടെ ആളുകൾ പറഞ്ഞില്ല ബുദ്ധമതം ഇന്ത്യയിലെ മതമാണെന്ന്. മതം വിശ്വാസമാണ്.
ഈ മതേതര രാജ്യത്തിൽ അവരുടെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ അവകാശമുണ്ട്, പ്രചരണം നടത്താൻ അവകാശമുണ്ട്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ അവകാശങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യം യോജിച്ചു നിൽക്കുന്നത്. പാകിസ്ഥാൻ ഉണ്ടായി, അത് ഉത്തരവാദിത്വം ഈ രാജ്യത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല, അത് ഉത്തരവാദിത്വം ഹിന്ദുക്കൾക്കുണ്ട്. ആദ്യമായ ദുരാഷ്ട്രവാദം പറഞ്ഞത് ഹിന്ദു മഹാസഭയാണ്. പരാജയപ്പെട്ടത് ഗഫർ ഖാനും മഹാത്മാഗാന്ധിജിയുമാണെങ്കിൽ ജയിച്ചത് ഗോഡ്സെയും ജിന്നയുമാണ്. യാഥാസ്ഥികർ ജയിച്ചപ്പം ഉൾപ്രദേശങ്ങൾ പരാജയപ്പെട്ടതാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജനം. ഇതെല്ലാം ചരിത്രത്തിന്റെ പാഠങ്ങളാണ്. അതൊന്നും വിലയിരുത്താതെ ഈ രാജ്യത്തിലെ ഇസ്ലാം തീവ്രവാദത്തെക്കുറിച്ച് പറയാനും അതിനെതിരായി പ്രതികരിക്കാനും കുറെ ആളുകൾ പുറപ്പെടുമ്പോൾ അവർ മറന്നുപോകുന്നത് ഒരു രാജ്യത്തിന് മഹാപൈതൃകവും ചരിത്രവുമാണ്. അതിനെല്ലാം അതിജീവിക്കാൻ ഇങ്ങനെയുള്ള സംഗമങ്ങൾ ആവശ്യമാണ്. ഇങ്ങനെയുള്ള ശരിയായ വീക്ഷണം സമൂഹത്തിന് നൽകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കുറച്ചാളുകളെ ചൂണ്ടിക്കാണിക്കാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ ഉസ്താദിനെ ചൂണ്ടി പറയും, ഇദ്ദേഹം ആ ഇനത്തിൽപ്പെട്ട ഒരാളാണ് എന്ന്. അത് പറയാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ബഹുമാനിക്കുന്നത്. ഞാൻ ഇവിടെ എല്ലാ സമ്മേളനങ്ങളും എന്നെ വിളിക്കാറുണ്ട്. അത് എന്നോട് കാണിക്കുന്ന സ്നേഹവും കൊണ്ടാണെന്ന് എനിക്കറിയാം. ആ സ്നേഹത്തിന് നന്ദി പറഞ്ഞാൽ തീരാത്തത് കൊണ്ട് ഞാനൊരു ഉരുപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞത്, നന്ദി പറഞ്ഞ് തീർക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. ദൈവം നിങ്ങൾക്ക് എല്ലാ നന്മയും വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.